എന്ത് കുത്തിരിക്കല നിങ്ങൾ ഈ കുത്തിരിക്കുന്നേ? കല്യാണത്തിന് 2-2.5 മാസമേ തിരിഞ്ഞു മറിഞ്ഞ് നേരാങ്ങോ? ഞാനെന്നാ മാണ്ടി ഇതിനെപ്പറ്റി ഞാനും ആലോചിക്കുന്നത്. താടിക്ക് കൈയും കുത്തി അങ്ങനെ ആലോചിച്ച് കുത്തിരിഞ്ഞോ നിങ്ങൾ? ഇവിടെ എന്തെല്ലാം പണിയുണ്ട്? പിന്നെ നിങ്ങളെ സുനേഷിന് കൊടുത്ത പൈസയും കിട്ടിയിക്കാൻ? അത് ഇന്നലെ ഞാൻ ചോദിച്ചു എന്നോട്. ഓമന് തരാമെന്നാ പറയുന്നത്. പക്ഷെ ഓനൊരു ഡേറ്റ് പറയുന്നില്ല. ചോദിക്കണ്ടേ പോലെ ചോദിച്ചാൽ ഓൻ ഡേറ്റ് പറ. അങ്ങനെ നമുക്ക് അവൻ്റെ മുഖത്തോക്കി പറയാൻ പറ്റുമോ? ഓനെന്തെങ്കിലും സംബന്ധക്കാരനാറ്റാ? നീ വണ്ടി തട്ടിയിട്ട് റോഡുമ്മ കിടന്നേരോ ഇന്നെ എടുത്തോണ്ട് പോകാനോ ആസ്പത്രി എല്ലാ കാര്യത്തിനും ഓൻ മാത്രമേ ഉള്ളൂ. അതിനോട് മറന്നോ കേട്ടോ. വണ്ടി തട്ടിയാലോ ഓനായിട്ടുണ്ടേനും, അതുകൊണ്ട് ഓൻ കൊണ്ടുപോയി. അല്ലെങ്കിൽ ആരെങ്കിലും കൊണ്ടുപോകില്ലേ? പക്ഷേ ഇതിന് ഞരമ്പിലോടുന്ന ചോര ഉണ്ടല്ലോ, അത് ഓൻ്റെതാ. അതിന് മറക്കരുത്. നിങ്ങൾ എന്താക്കിയാലില്ല, നല്ല മനസ്സുണ്ട്. ഇങ്ങ് വാങ്ങിക്കും. തന്നെ തുടങ്ങിയ രണ്ടാളും. അച്ഛാ ഞാനൊന്ന് പുറത്ത് പോകുന്നുണ്ടേ. വിവേക് ഇപ്പൊ വരും. വിവേകാ ഏട്ടേന്നൊന്ന് വിളിച്ചൂടാ? എന്റെ ഫോണ് എന്തിനാ മാറി വിളിച്ചോടി? നീ എന്തിനായിട്ട് ഇടപെടുന്നത്? നിങ്ങളാവളെ വശലാക്കുന്നത്. കല്യാണം ഉറപ്പിച്ചിക്കാറില്ല, ചുറ്റിക്കറങ്ങലും കൂട്ടിപ്പോക്കും. പുതിയ കാലല്ലേ മാരുതി. പുതിയ കാലമായാലും ഇല്ല, പഴയ കാലമായാലും ഇല്ല. ഇവരെ പയ്യാരൊന്നും ഇവിടെ നടക്കൂലേ. നിങ്ങൾക്ക് പറയാനാവൂലെങ്കിൽ ഞാൻ പറയും. ഓനിങ്ങ് വരട്ടെ. അതാ വരുന്നതാ എന്നോട് പറഞ്ഞേ. പറഞ്ഞേ ഇല്ലമ്മേ പോന്നാണ്. നേരില്ല. ശാരി റെഡി ആയില്ലേ? അച്ഛാ ഞാൻ കുറച്ച് ഡ്രസ്സ് എടുക്കേണ്ട ആവശ്യമുണ്ട്. പോന്നാണ്. ഓക്കെ മോനെ. അല്ല മാലതി ഒന്നും പറയാനില്ലേ? അത് ശരി. വരുവാനെ കണ്ടപ്പോൾ ദേഷ്യമെല്ലാം പോയില്ലേ? അല്ല പിന്നെ ഓനോടിപ്പം ഞാൻ ദേഷ്യപ്പെടുന്ന എന്നിട്ടുമാണ് അമ്മായിയമ്മ പഠിച്ചാന്ന് പറയേ. നിങ്ങളോടൊന്ന് പറഞ്ഞിപ്പോൾ എനിക്ക് നേരെയില്ലേ. എൻ്റെ പണി എടുക്കട്ടെ. വിലയില്ലെന്ന് പറയും. ഇപ്പൊ റെക്കോർഡ് വിലയിലടോ. അല്ല ഈ കൂടിയ വില ആടെ തന്നെ നിലനിൽക്കുന്നാണെങ്കിൽ കർഷകർക്ക് നല്ല ഗുണേനും. ഞാനും ഇപ്പം 10 റുപ്യ കൂട്ടിയാലോ എന്നാലോന്ന് കേട്ടോ. മിണ്ടിയാ പൊറോട്ട 10 റുപ്യ കൂടി കിട്ടിയിക്കുള്ളൂ. അപ്പോഴത്തേക്ക് നിങ്ങൾ കൂലി കൂട്ടുന്നല്ലേ? ഇതെന്നാടോ മുതലാളിയും തൊഴിലാളിയും കൂടി കമ്പോളത്തെ പറ്റിയല്ലോ ഒരു ചർച്ച? ഒന്നുമില്ല. തേക്ക് കുറച്ച് വില കൂടുമ്പോഴത്തേക്ക് ഇവർക്ക് 10 റുപ്യ കൂലി കൂട്ടണമല്ലോ. ശരിയല്ലേ? എല്ലാ തേക്ക് വില കുറയുമ്പോൾ എന്നാ 10 റുപ്യ ഇവർ കുറക്കുവോ? തൊഴിലാളി വർഗ സൗന്ദര്യശാസ്ത്രത്തെ പറ്റിയിട്ട് എനിക്ക് അറിഞ്ഞൂടേറ്റാ സുനേഷാണ്. അതാണ് എല്ലാവരും ഇനി എടുത്തേക്കാ. ഞാൻ ഒന്ന് മാർക്കറ്റ് വരെ വേണം. തേങ്ങ ഉണ്ടേ പൊടിയിൽ കാറ്റ്. ഇവനിപ്പം നല്ല സുഖമല്ലടോ. എല്ലാ ദിവസവും അവൻ്റെ അവിടെ 10-100 തേങ്ങ ഉണ്ട് അവൻ്റെ അടുത്ത് മുറ്റത്ത്. ശരി തന്നെയാ. ആരാൻ്റെ തന്നെയാ ഈ പറമ്പ് കണക്കില്ലാത്ത പറമ്പ് ആടി ഓടിയ ആൾക്കാർ വാങ്ങിയിടുമ്പോൾ ഓല് ഇടക്ക് വന്നൊന്ന് കാട് എത്തിക്കണ്ടോ, അല്ലെങ്കിൽ വളയിടണം. ഈ കാട്ടിൻ്റെ ഉള്ളിൽ കൂടി പോയി തേങ്ങ ഭയങ്കര വലിച്ചപ്പാടന്നെയാടോ. എന്നാ ഉടമയോട് 2 ഭാര്യമായി തരം പറയാ. അതുകൊണ്ടടോ അന്തർവാജീൻ്റെ പറമ്പത്തും കളപ്പന്നാര പറമ്പത്തും ഞാൻ 2 ഭാരം ഉണ്ടാച്ചിക്ക്. അല്ലാണ്ട് ഇപ്പം എല്ലാ ദിവസവും എൻ്റെ പുരന്ന് എടുത്തു പോകാനാ? ലേശം ഡീസൻറ്റ് നമ്മൾ നോക്കണ്ടേ? ഒന്നുമില്ല, ഈ തൊഴിലുറപ്പിൻ്റെ വേണമെങ്കിൽ കൊടുത്താൽ പോരെ വലിയ. അതാ നിങ്ങളെ പരിപാടി നടക്കട്ടെ. ഞാൻ ഇങ്ങോട്ടിടോ എന്നാല് ഞാൻ അതാ കിട്ടി. പുരയിലെ ചിലവിനാടോ അരക്കുവാനില്ലേറ്റാ കുഞ്ഞുമ്മ. ഇല്ലേ വേണ്ടേക്ക് നാളെ നിങ്ങളിവിടെ ഉണ്ടാവില്ല. എന്താക്കാൻ ഓരോരുത്തൻ്റെ ചീരല്ലേ. കല്യാണ കത്ത് അടുപ്പിച്ച് കൊടുത്തു കേട്ടോ. എനിക്ക് പൈസ ഇന്ന് കിട്ടണം. ഞാൻ തരും പൈസ. എന്താ എപ്പം തരുന്ന പറയുന്നേ? ഞാൻ തരാം. എന്താ ഡേറ്റ് പറ. എനിക്ക് ഡേറ്റ് പറഞ്ഞു. ഡേറ്റ് എനിക്ക് പറയാനാ. എങ്ങനെ പറയാനാണ്? ഞാൻ എന്തായാലും പൈസ തരും. നാളെ നിങ്ങൾ അമ്പലത്തിൽ വരും. അന്നേരം നമുക്ക് എന്നാ ശരി. നാളെയും കൂടി നോക്കും. അല്ലെങ്കിൽ ഞാൻ സ്വഭാവം മറന്നു. നിങ്ങൾ നടക്കും. നമുക്ക് എന്തെന്നാക്കി ചെയ്യാം. നീ പറ്റിരിക്കുന്നില്ലല്ലോ. എനിക്ക് എന്റെ ആവശ്യത്തിന് പൈസ ഇട്ടുണ്ടേ. അല്ല ഞാൻ തരാം. എന്തായാലും തരും. അങ്ങനത്തെ 2 മാസമായിരുന്നു. ഇനി എപ്പം തരുന്ന പറയുന്നത്? ഡേറ്റ് പറ. അതെനിക്ക് പറയാനോ. എങ്ങനെ ഡേറ്റ് പറഞ്ഞ കുറെ സാധനങ്ങൾ പിന്നെ നടക്കും പിന്നാലെ നടക്കുന്നില്ല. അതെങ്ങനെ ഞാൻ ഡേറ്റ് പറയാം? ഡേറ്റ് പറഞ്ഞാണ് എനിക്ക് എങ്ങനെയാ പരിപാടി? എനിക്ക് ഒരു പരിപാടി പ്ലാൻ ചെയ്യണ്ടേ? എന്റെ പ്രസിഡന്റ് കുറെ ദിവസമായി എന്റെ പിന്നാലെ നടക്കുന്ന ഞാൻ പൈസ വാങ്ങിയിട്ട് എല്ലാം സ്വീപ്പാക്കുക. എന്നാ പിന്നെ ഒന്നല്ലേ ഒരു പൈസ തരുവേണ്ടി ഒരു ഡേറ്റ് പറ. ഇന്ന ദിവസം ഞാൻ തരുന്നല്ലേ അത് പറയണ്ടേ? അയാൾ പറയുന്ന കാര്യമില്ലേ? ഇനി ഡേറ്റ് പറഞ്ഞു കൊടുക്കണോ? ഡേറ്റ് ഞാൻ എങ്ങനെയാ പറയാ? പിന്നെ ഞാനാണോ പറയുന്നത്? പൈസ വാങ്ങിയിട്ട് പിന്നെ എന്റെ അയച്ച വർത്താനം പറയാ. നമുക്ക് എല്ലാത്തിനും പരിഹാരം ഉണ്ടാക്കാം. നാളെ നമുക്ക് വീട്ടിൽ പോയി പറയാം. എന്റെ മോളെ കല്യാണം നിശ്ചയിച്ചിട്ട് ഇത് കിട്ടിയില്ല തൂങ്ങി മരിക്കട്ടില്ല കേട്ടോ. എല്ലാത്തിനും പരിഹാരം ഉണ്ടാക്കാം. പിന്നെന്തായാലും തീരുമാനമെത്താം. സുരേഷല്ലേ
ആ ഓരോ പയ്യനെ കേട്ടുന്നു. സുരേഷിന്റെ അമ്മയല്ലേ? ആ സുരേഷും കാര്യങ്ങളും പറഞ്ഞിട്ടില്ലേ? പെണ്ണിന്റെ കാര്യമില്ല. ആ പെണ്ണിന്റെ കാര്യം തന്നെ മൂപ്പര് മോളുടെ കാര്യം. നമുക്കൊന്നുമില്ല, ഒരു തീരുമാനത്തിലെത്തുക, അല്ലെങ്കിൽ കൃത്യമായ ഡേറ്റ് കിട്ടും, അത്രേ ഉള്ളൂ. ഡേറ്റ് എങ്ങനെ ഇപ്പം പറയാ? ആ ഏട്ടനതാ വരുന്നിങ്ങളൂ. ഇവര് സുനേശനെ നോക്കി വരണം. അതെയാ? നിങ്ങള് ഞാൻ സുനേഷിന്റെ അമ്മാവനാ. ശരിയാണ്. അപ്പൊ കാര്യങ്ങളൊക്കെ എളുപ്പമായി. ഒന്നുമില്ല, നമുക്കൊരു തീരുമാനം ഉണ്ടാകണം. ഒന്നുമില്ല, അല്ലെങ്കിൽ കൃത്യമായ ഡേറ്റ് നമുക്ക് കിട്ടണം. അല്ല നമ്മൾ ഇരുന്ന് സംസാരിക്കണ്ടല്ലോ. ഡേറ്റ് എന്നെല്ലാം പറഞ്ഞാൽ തറവാടിന്റെ സ്ഥിതി അനുസരിച്ച് ബന്ധുക്കൾ നാട്ടുകാരെല്ലാവരും ഇല്ല നാളിന്, എന്നാലല്ലേ ഡേറ്റ് പറയാനാവും. നിങ്ങൾ എന്തിനാ പറയുന്നത്? എന്ത് ഡേറ്റ്? നിങ്ങൾ നാട്ടുകാരും വീട്ടുകാരും സംബന്ധക്കാരാന്നിട്ട് എന്നോട് പൈസ വാങ്ങിയ ഇവിടുത്തെ സുനേഷ്? എനിക്കിന്ന് പൈസ കിട്ടണം, അല്ലെങ്കിൽ കൃത്യമായ ഡേറ്റ് പറയണം കേട്ടോ. എല്ലാം ഞാൻ വിടൂല, ഇതൊന്നും എല്ലാം ഇവിടുത്തെ പോക്കണ്ടവനെ. എല്ലാ നാളിന് ഇവര് സുനേഷിന്റെ കല്യാണക്കാരിയായിട്ട് വന്നതല്ലേ? എന്ത് കല്യാണം ഒന്ന്? ഓനോട് ചോദിക്കുക, മുഖത്ത് ചോദിക്കുക. എന്റെ പുരയിൽ വന്നിട്ട് പൈസ വാങ്ങിക്കൊണ്ടുപോയതാ. ഓ സമാധാനം ഉണ്ടാക്കണം. ഇപ്പം പൈസ കിട്ടണം എനിക്ക്. എല്ലാടെ ഇതെന്നാ കേൾക്കുന്ന, ഇനി പൈസ വാങ്ങിനാ? മാമ ഞാൻ കുറച്ച് പൈസ അവരോട് കടം വാങ്ങിക്കുന്നു. ഇവിടെ എന്താവശ്യത്തിന് ഇവിടെ ഇത്രയും സ്ഥിതിയെല്ലാം വെച്ചിട്ട് നീ പുറത്തുനിന്ന് പൈസ വേണ്ട ആവശ്യമില്ല. അമ്മാമ ഏക്കർ കണക്കുണ്ട്, സ്വത്തുണ്ട്, സ്വർണ്ണുണ്ട്, പണുണ്ട്. എനക്കാരെങ്കിലും എന്തെങ്കിലും വിട്ടുതരുന്നുണ്ടോ? അമ്മാവൻ തന്നെ പറ, നിങ്ങൾ എപ്പോഴെങ്കിലും എനിക്കൊരു പെണ്ണ് വെച്ചാൽ. എൻ്റെ പ്രായക്കാരിലോ കല്യാണം കഴിച്ച് 2-3 കുട്ടികളായി. ഉമ്മ തന്നെ കൊടക് പോയിട്ട് 50,000 എനിക്ക് ചിലവായി. സുഖത്തിനോടെല്ലാം ഞാൻ കടം വാങ്ങിക്കുക. ഇങ്ങനെ തന്നെയാ കടലായി. ഇന്റെ കഥ നേതാ ഇനിയും കേൾക്കാനാവട്ടെ. ഞങ്ങൾക്ക് ഇപ്പം പൈസ കിട്ടണോ, അല്ലെങ്കിൽ ഡേറ്റ് വേണം? പ്രസിഡന്റ് ചോദിക്ക്. നമുക്ക് കൃത്യമായ ഡേറ്റ് കിട്ടണം. എടാ എനിക്ക് ഡേറ്റ് ഒക്കെ പറഞ്ഞു കൊടുക്കറാ. കൃത്യമായ ഡേറ്റ് ഞാൻ എന്താ പറയുന്നത് നിങ്ങൾക്കറിയാം. നിങ്ങൾ പെരി തിരുവള്ള പൈസ പോലെ നിങ്ങൾ ഡേറ്റ് പറയണമെന്ന് അറിയാം. ഈ ഡേറ്റ് ഞാൻ എങ്ങനെയാ തീരുമാനിക്കുക? ഇത് പഠിച്ചോ തീരുമാനിക്കേണ്ട ഡേറ്റ് അല്ലേന്ന്?